കിങ്ഡം റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗൗതം തിന്നാനൂരി. ആ പേര് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ശരിയാവില്ല. ഹാറ്റ്സ് ഓഫ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വർക്കാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പേര് പറഞ്ഞില്ല എങ്ങനെ ശരിയാവും. എൻ്റെ ശബ്ദം കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് അറിയില്ല. എനിക്ക് പനിയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ പനി പിടിച്ച് കഷ്ടപ്പെട്ട് വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും പനി കൂടി. പക്ഷേ വീണ്ടും ഒരു ഗുളിക കുടിച്ച് അങ്ങനെ റിസ്ക് എടുത്ത് പോയതാണ്. കാരണം ഇത് കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാകില്ലെന്നും അറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും വലിയ സംഭവമായിട്ട് വരുന്ന പടം കാണണമല്ലോ. ആൻഡ് 100% വർത്ത്. 100% ശരിക്കും 101% വർത്താണ്. അമ്മാതിരി പടം. 100% തിയേറ്റർ വാച്ച്. കണ്ടിട്ടില്ലെങ്കിൽ നഷ്ടമാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങളുണ്ട്. അത് എടുത്തു പറയണം. ഒന്നാമത്തേത് ഓഫ്കോഴ്സ് ഇതിൻ്റെ കഥ, സംവിധാനം. നേരത്തെ പറഞ്ഞ പോലെ ഗൗതം തിന്നാനൂരി പുള്ളിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു വലിയ ഭാഗം ഇതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പുള്ളിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക്. എൻ്റെ അമ്മോ, അനിരുദ്ധ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുള്ളി ഇങ്ങനെ അറിഞ്ഞ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചില സീനിലൊക്കെ ഇരുന്ന് പണ്ടെന്ന് അറിയില്ല, അങ്ങനെ ഇരുന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. പല സിനിമയിൽ നമ്മൾ കാണാം. പക്ഷെ ഇതിലെന്താന്ന് പറഞ്ഞാലേ കിങ്ഡം, ആ പേര് അറിയാലോ, ആ പേര് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ രാജകീയമായിട്ടുള്ളൊരു വർക്ക് എന്ന് പറയാം. ഇതിൽ ഇപ്പോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ മോനെ, അത് ഗൂസ് ബംപ് ഉണ്ടാക്കാൻ വേണ്ടി നല്ലോണം ഗൂസ് ബംപ് ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് കുത്തി നിറച്ച പരിപാടിയില്ല. ബട്ട് കറക്റ്റ് അളവിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നത് അടിപൊളി അങ്ങനെ തോന്നുന്ന പോലത്തെ സാധനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഓവറാക്കി ചളാക്കിയല്ല, കറക്റ്റാണ്. ആ മീറ്റർ കറക്റ്റാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു പൊടി കൂടെ വളരെ കയറ്റി പിടിക്കുമായിരുന്നു തോന്നുന്ന സാധനം. പക്ഷെ അങ്ങനെ ഒരു പൊടിയും കൂടെ കയറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അത് മാസ് എന്ന രീതിയിലേക്ക് പോകും. ഇത് ക്ലാസ് ആണ്, ശരിക്കും ക്ലാസ് ആണ്. മാസ് എന്നുള്ളതല്ല, ക്ലാസ് ലെവലിൽ പിടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. മാസിലേക്ക് കൊണ്ടുപോയിട്ടുമില്ല, താഴത്തേക്ക് എത്തിച്ചിട്ടുമില്ല. ആ ക്ലാസ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അതാണ് പറഞ്ഞത് തിയേറ്റർ വാച്ച് ആണെന്നുള്ളത്. ഇനി പറയേണ്ടത് ക്യാമറ വർക്ക്. അഫ്കോഴ്സ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് നമ്മൾ ഡയറക്ടർ കൊടുക്കണമെങ്കിൽ പോലും ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിൾസ് ആണെങ്കിലും അതിൻ്റെ ഫ്രെയിമിങ് ആണെങ്കിലും സൂപ്പർ കറക്റ്റ് സാധനമാണ് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് ഡെലിവറി ചെയ്തിരിക്കുന്നത്. മാക്സിമം ആ സീനിനെ എത്ര വലുതാക്കാൻ പറ്റുമോ അത്രയും വലുതാക്കിയിട്ടാണ് അതിൻ്റെ ഫ്രെയിമിങ് എന്ന് പറയുന്നത്. ആൻഡ് കളറിങ്. കിങ്ഡം എന്ന് പറയുന്നത് പോലെ തന്നെ, പേര് എഴുതുന്നത് പോലെ തന്നെ, ഒരു സ്വർണം, ഒരു യെല്ലോയിഷ് പ്ലസ് ഒരു ഡാർക്ക് പ്ലസ് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. നമുക്ക് ചില സിനിമ കാണുമ്പോൾ തന്നെ അറിയാലോ, ഒരു ഫ്രെയിം കാണുമ്പോൾ തന്നെ ഇത് വലിയൊരു പടമാണ് കേട്ടോ തോന്നുന്ന രീതിയിൽ. അതിൻ്റെ സ്കെയില് നമുക്ക് വലുപ്പം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കളറിങ് ആണ്. എഡിറ്റിംഗ് സൂപ്പർ എഡിറ്റിംഗ് ആണ്. അത് പറയുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിയർ ബോട്ടിൽ കുടിച്ചതിൻ്റെ ഒറ്റ എയർ എറിഞ്ഞ സീനുണ്ട്. അത് പോയി കടലിലേക്ക് ഇപ്പോൾ വീഴും തോന്നുന്നിടത്ത് പിന്നെ കാണിക്കുന്നത് ഒരു എന്താ പറയുക, ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് വീണാണ്. ആ സാധനം ട്രാൻസ്ഫോർമേഷനൊക്കെ ഭയങ്കര രസമായിട്ട് പക്ക എഡിറ്റിംഗ് ആണ്. അങ്ങനെ കുറേ ചെറിയ സീൻസ് ഉണ്ട്. നമ്മൾ ആലോചിച്ചാലേ ഇത് കിട്ടുള്ളൂ. ബട്ട് ആ സീനിൻ്റെ ഒക്കെ ഒരു ഭംഗി മൊത്തത്തിൽ ആ സിനിമയെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മുമ്പ് ഒരാളും കൂടെ പറയാനുണ്ട്. വെങ്കി മലയാളത്തിൽ നിന്ന് അവിടെ പോയി 9 മിനിറ്റ് ഒരു സ്പീച്ചാണ് എൻ്റെ ട്രെയിലർ ലോഞ്ച് ഇവന്റിൽ പുള്ളി നടത്തിയിട്ടുള്ളത്. ആൻഡ് വെറുതെ ഒന്നുമില്ല, അതിനുള്ള സാധനം ചെയ്ത് വെച്ചിട്ടുണ്ട്. വില്ലൻ എന്നൊക്കെ പറഞ്ഞ വില്ലൻ. ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ലിന് കഴിഞ്ഞിട്ട് ഒരു ഹാഫിനോട് മേ ബി ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള സീൻ എന്നാണോ, അതിന് കുറച്ചൊരു ഏകദേശം സെയിമിലൊരു സീനുണ്ട്. ഭയങ്കര പക്ക വയലൻ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട്. ആ സ്ഥലത്തൊക്കെ പുള്ളി നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും, ട്രെയിലർ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, പുള്ളി ഇങ്ങനെ ഫുൾ ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് ഫുൾ ചോരയൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സാധനം. അതൊക്കെ എന്താണെന്ന് അറിയോ. അത് മാത്രമല്ല, വൈറ്റ് ഇട്ടൊരു സംഭവമുണ്ട്. ഒന്നും ഇതിൽ സ്പോയിലറൊന്നും അല്ല കേട്ടോ. പുള്ളി ജസ്റ്റ് ഒരു കണ്ണാടിൻ്റെ മുമ്പിൽ, നിങ്ങളത് ആ സമയത്ത് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കണ്ണാടിൻ്റെ മുമ്പിൽ നിന്നിട്ട് വെള്ളം ഇട്ടിട്ട് ഒരു സംഭവമുണ്ട്. കണ്ണുകൾ നിറയുന്നുണ്ട്. കണ്ണ് നിറഞ്ഞ് നമുക്ക് അറിയാം. അതിനെ തുടച്ചിട്ട് ചിരി പോകുന്നില്ല, ചിരിയിലേക്ക് നിന്നിട്ട് ഒരു ബീഡൊക്കെ ചവക്കണ പോലെ ഇങ്ങനെ ചവച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാധനം കണ്ട്. അതൊക്കെ എന്താ പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും ഒരു ഡ്രസ്സ് അഴിച്ചിട്ടിട്ട് തുടക്കത്തിൽ വരുന്ന സാധനം കണ്ടു. ബോഡീൻ്റെ ഒക്കെ മാറ്റവും ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി 2 ലെവൽ ആക്ടിങ് ഇതിലുണ്ട്. ഒന്ന് ഒരാളുടെ കീഴിൽ നിൽക്കുന്ന രീതിയിലൊരു പരിപാടി, 2 ഞാനാണെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സാധനം. രണ്ടും കറക്റ്റ് മീറ്റർ എടുത്ത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ നമുക്ക് അയ്യേ തോന്നുന്ന സാധനമല്ല. എല്ലായിടത്തും ഇത് വെറുതെ അല്ലട്ടോ ഈ സാധനം തന്നെ നമുക്ക് തോന്നുന്നത് വെറുതെ അല്ലട്ടോ, അങ്ങനത്തെ ഒരു സാധനം. പുള്ളി നല്ല ആളുണ്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ ഫൈനലി ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് എനിക്ക് പറയാൻ തോന്നുന്നത്, ദ നെയിം ഈസ് വിജയ് ദേവരക്കൊണ്ട.
അയ്യോ, പുള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിൻ്റെ ലാസ്റ്റ് ഇറങ്ങി ലൈഗർ ആവട്ടെ, അതല്ലാതെ ഫാമിലി മാൻ, അങ്ങനെ കുറെ ചപ്പളി പടങ്ങൾ ചെയ്ത് നമ്മുടെ മറ്റേ പടമല്ലോ, എന്താണ് ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര് നമ്മുടെ മിങ്കെ ആ സാധനത്തിന് ശേഷം നല്ലൊരു പടം എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ട് 2-3 പടങ്ങളെ പറയാനുള്ളൂ എനിക്ക് പേഴ്സണലി. ബട്ട് ഇങ്ങനെ അതിനുശേഷം വന്നുള്ള ഫ്ലോപ്പ് പറഞ്ഞാൽ 1/1 ഫ്ലോപ്പ്, 5 പൈസ ഇല്ലാത്ത പടങ്ങൾ തന്നെ പറയാം. അതിൽ നിന്ന് പുള്ളി തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒരു കംബാക്ക് അല്ല, പുള്ളിന്റെ ലൈഫിലെ തന്നെ ഏറ്റവും മികച്ച പടം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി പറയാനുള്ളത് കിണ്ടാണ്. ആ രീതിയിൽ ഒരു മികച്ച ഒരു ബടാവമ്പൻ കംബാക്കാണ് വിജയ് ദേവരകൊണ്ട നടത്തിയിട്ടുള്ളത്. എന്താ സ്ക്രീൻ പ്രസൻസ്, എന്താ ആക്ടിങ് ലെവൽ, ഓരോ സ്ഥലത്ത് കരയുന്ന സീനാവട്ടെ, ഡയലോഗ് വേറെ സ്ഥലമാവട്ടെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാവട്ടെ, പുള്ളിൻ്റെ ഒരു വെപ്രാണമാവട്ടെ, മാസ് സീനുകളുള്ള പുള്ളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആവട്ടെ, പുള്ളിയുടെ ബോഡി പുള്ളി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആൻഡ് ഇതിലൊരു സാധനമുണ്ട് മക്കളെ, അത് നിങ്ങൾ കണ്ടാൽ അനുഭവപ്പെടാം. ജസ്റ്റ് ഞാൻ എന്താ സീനൊന്നും പറയുന്നില്ല, ഒരു ലോ ആംഗിൾ ഷോട്ട്, ഒരു മീഡിയം ലോ ആംഗിൾ ഷോട്ടാണ്. പിന്നെ പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ എണീറ്റ് നിൽക്കുക, അയ്യോ സ്ക്രീനിൽ ഇങ്ങനെ എന്താ ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞാല് എൻ്റെ അമ്മോ എന്തായാലും അനുഭവിക്കാൻ പറ്റുന്ന സാധനം. അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ എണ്ണീറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് ആ ഷോട്ട് അവിടെ നിന്ന് തന്നെ വെച്ചിട്ട് അതേ ആംഗിളിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടും എല്ലാം ഇങ്ങനെ കയറി വരും. ഹോ, മാരകം. അതിൻ്റെ തുടക്കത്തിൽ കുറച്ച് സംഭവങ്ങളുണ്ട്, ഒരു ട്രൈബൽ പരിപാടികളൊക്കെ പിടിച്ചിട്ടുള്ള, നമ്മൾ ട്രെയിനിൽ കണ്ടിട്ടുള്ള അമ്പും വില്ലും പരിപാടി, യുദ്ധങ്ങൾ, അതൊക്കെ എന്താ ചെയ്ത് വെച്ചേക്കുന്നത്, എന്ത് രസമാണ് കാണാൻ. അത് കഴിഞ്ഞിട്ട് എഴുതി കാണിക്കുന്ന സമയത്ത് ഒരു അനിമേ ലുക്കിലേക്ക് മാറ്റാം. അനിമേ എന്ന് പറയാൻ പറ്റില്ല, പരിപാടിയൊക്കെ പിടിച്ചിട്ട് ഒരു പരിപാടി അവർ ചെയ്തിട്ടുണ്ട്. അതുവരെ എന്താ രസം, അതിലിങ്ങനെ ചാട്ടിങ്ങനെ വരുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ രാജാവാണെന്ന് പറയുന്ന ആൾ, അതെന്തൊക്കെ നിങ്ങൾ കണ്ടെന്ന് അറിയാം, അതൊക്കെ ഭയങ്കരമാണ്. അതുപോലെ നമുക്ക് ഓരോ സ്ഥലത്തെ ഇപ്പൊ ചില ആളുകൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പറയാം ബാഹുബലിയിലൊക്കെ നമ്മൾ അറിയാം 2 ആളുകളുണ്ട് അവിടെ, ബാഹുബലി ഉണ്ട്, മറ്റേ വില്ലൻ ഉണ്ടല്ലോ. ഇതിൽ ബാഹുബലിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചില സാധനങ്ങളുണ്ട്. അത് അതായത് ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ പറയുമ്പോഴും നാട്ടുകാർ അല്ലെങ്കിൽ അടുത്ത ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ബാഹുബലിയാണെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ആയി എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്തായാലും ഇല്ലെങ്കിലും നിങ്ങൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്തരത്തിൽ ചില സീനുകളുണ്ട്, അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഗൂസ് ബംസ് നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, കിങ്ഡം ദി ബെസ്റ്റ് വിജയ് ദേവരകൊണ്ട മൂവി ഫോർ മീ, അറ്റ്ലീസ്റ്റ് ഫോർ മീ. നിങ്ങൾ കണ്ടെന്ന് അനുഭവിക്കുക, വേറെ ലെവല് പടമാണ്, വേറെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ വന്നപ്പോൾ ഇതൊരു ഭയങ്കരമായ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാരകം എന്ന് നമ്മൾ പറയാൻ പറ്റുന്ന, ഇറങ്ങി കഴിഞ്ഞ് നമുക്ക് മാരകം എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ അഭിനയിച്ചുള്ള വേറെ കുറേ ആളുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഏട്ടനായിട്ട് വന്ന പുള്ളിൻ്റെ പേര് എനിക്കറിയില്ല, പുള്ളി അവിടുത്തെ ഒരു മെയിൻ നടനാണ്, പുള്ളി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കിരാതെ അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്, നമ്മളെ യഷിൻ്റെ KGF പുള്ളി ഇതൊരു മെയിൻ റോളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഗ്യശ്രീ ബോസത്തെ നായിക, കണ്ടൊരു മിനി എന്താ പറയുക, ഒരു രശ്മിക ലുക്കൊക്കെ തോന്നുന്ന ഒരു ബോഡി സ്ട്രക്ചർ ആണെങ്കിലും ഫേസ് ആണെങ്കിലും മൊത്തത്തിൽ നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ. ഒരുപാട് ചെയ്യാനൊന്നുമില്ല, അങ്ങനെ പെർഫോം ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നുമില്ല, ബട്ട് ഉള്ള റോള് ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കരീന ഫ്രെയിമിൽ കാണുന്ന സമയത്ത് ഒരു രസമൊക്കെ ഉണ്ട്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേ ബി സെക്കൻഡ് പാർട്ട് എന്തായാലും ഉണ്ടാവും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് വെച്ചിട്ടുള്ളത്. ആ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ പുള്ളിക്കാരി കുറച്ചുകൂടെ കൂടുതൽ റോൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് സെക്കൻഡ് പാർട്ടിലേക്ക് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ അവസാനം അവർ പറഞ്ഞു വെക്കുന്ന സാധനങ്ങൾ അതൊക്കെ അടിപൊളിയാണ്. ഇനിയത് എന്താവും, ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇനി എന്താവും, അവരെന്നെ ഓരോന്ന് എടുത്തു പറയാണ്, ഇങ്ങനെ ആയാലെന്ത്, ഇന്നാളെന്താണ് പോയിന്റ് ആയിട്ട് ഇച്ച് ആൻഡ് എവറി പോയിന്റ് അവരെന്നെ നമ്മളോട് പറയുന്നുണ്ട്. ആൻഡ് അതെല്ലാം നമുക്കും ശരിയാണല്ലോ, അതങ്ങനെ ആയാലും എന്ത് സംഭവിക്കുന്നുള്ളൊരു തോട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ അവസ്ഥയെല്ലാം കൊണ്ടുവച്ചിട്ടുള്ളത്. സോ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട്, പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കണ്ടിട്ടുള്ളവരാണെങ്കിൽ നല്ല അഭിപ്രായം നല്ല മാർക്കത്തിൽ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.